മറ്റുള്ളവനെ ശ്രേഷ്ഠൻ നേടുക. സ്വന്തം ഗുണം മാത്രമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ആത്മീയചിന്തയ്ക്ക് ആധാരമായിട്ട് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഇവിടെ അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ശ്രേഷ്ഠമായ ഒരു ഉപദേശം എന്ന നിലയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെ നേടണം. അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ, കർത്താവിൻ്റെ ഭാവം നിങ്ങളിലുണ്ടായിരിക്കട്ടെ. അപ്പോൾ കർത്താവിൻ്റെ ഒരു ഭാവമാണ് മറ്റുള്ളവരെ ശ്രേഷ്ഠൻ എണ്ണുക. അത് തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. യേശു കർത്താവിൻ്റെ ഭാവത്തെക്കുറിച്ച് താഴെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. താൻ ദൈവരൂപത്തിലിരിക്കുക ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. അപ്പോൾ കർത്താവിന് വേണമെങ്കിൽ ചിന്തിക്കാം, ഞാൻ ദൈവമല്ലേ, എനിക്ക് ദൈവത്തോടെ പിതാവിനോട് കൂടെയുള്ള ആ ഒരു സമത്വത്തിൽ എനിക്ക് ഇരിക്കാം. പക്ഷേ അതൊക്കെ കർത്താവ് വെടിഞ്ഞിട്ട് നമുക്ക് വേണ്ടി നമ്മെ ഓർത്ത് കർത്താവിന് ഒത്തിരി ഒരു പ്രിഫറൻസ് ലിസ്റ്റിൽ നാമും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർത്താവ് ഭൂമിയിലേക്ക് വന്നു. അങ്ങനെയെങ്കിൽ ആ ഒരു താഴ്മ, ആ ഒരു നേച്ചർ, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അതിൽ ഒരു കാര്യമാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അവിടെ പറയുകയാണ്, ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠൻ നേടണം. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം, കർത്താവിൻ്റെ താഴ്മ തൻ്റെ ശിഷ്യന്മാരുടെ കാലുകളെ കഴുകുകയാണ്. യേശുവിൻ്റെ അടുക്കൽ വന്നിട്ടുള്ള ഒരു വ്യക്തിയെ പോലും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല. ഈച്ച് ആൻഡ് എവ്രി പേഴ്സൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാം, യേശു കർത്താവിൻ്റെ അടുക്കൽ ശിശുക്കളെ കൊണ്ടുവരുന്നുണ്ട്, ശിഷ്യന്മാരത് തടയുന്നുണ്ട്. പക്ഷേ കർത്താവ് പറയുക, നിങ്ങൾ അവരെ തടയില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ദൈവരാജ്യം. അതേപോലെ ഒരു കനാന്യ സ്ത്രീ അവർ പുറകെ വരുമ്പോൾ ശിഷ്യന്മാർ പറയുക, കർത്താവെ അവളെ പറഞ്ഞയക്കുക. എന്നാൽ കർത്താവിന് അവിടെയും ആ വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാപിയായ സ്ത്രീ വന്ന് കാല് കഴുകുമ്പോൾ പലരും പറയുന്നുണ്ട്, ഇവനൊരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ സ്ത്രീ എങ്ങനെ ഉള്ളവൾ ആയിരിക്കുന്നു എന്ന് കർത്താവിന് അറിയാമല്ലോ. എന്നാൽ അവിടെയൊക്കെ യേശുവിന് ഇതറിയാം, ഇവരുടെ മനോഭാവങ്ങൾ, ചിന്തകൾ. പക്ഷേ കർത്താവിൻ്റെ സന്നാഹത്തിൽ ഓരോ വ്യക്തിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവത്തിൻ്റെ പൈതൽ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള ഒരു ദൈവിക ആലോചന, മറ്റുള്ളവനെ ശ്രേഷ്ഠൻ നേടുക. അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ സ്വന്തം ഗുണം മാത്രമല്ല, മറ്റുള്ളവൻ്റെ ഗുണം കൂടെ നോക്കണം. അതാണ് ഒരു ക്രിസ്തീയ വിശ്വാസിയെപ്പറ്റി കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ അപ്രകാരം ഒരു ജീവിതം നയിക്കുവാൻ, അപ്രകാരം ഒരു ആറ്റിറ്റ്യൂഡ്, ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നമ്മിലും ഉണ്ടായിരിക്കട്ടെ. അതിനായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മയൊക്കെയും സഹായിക്കട്ടെ.